പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. തെക്കുംകര കല്ലമ്പാറ കനാൽ പാലത്തിന്റെ കോൺക്രീറ്റ് വെള്ളിയാഴ്ച ആരംഭിച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. കല്ലമ്പാറ തച്ചൻകുടി റോഡിലെ ഒരു കുപ്പിക്കഴുത്തായി നിലകൊണ്ടിരുന്നിരുന്ന വലിയ പഴക്കമുള്ള ഏകദേശം ഇത് 50 കൊല്ലത്തെ പഴക്കമുണ്ടായിരുന്നു കല്ലമ്പാറ കനാൽ പാലത്തിന്. 50 കൊല്ലത്തെ പഴക്കം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വാഴാനി പ്രൊജക്റ്റ് ആരംഭിച്ച കാലത്ത് തന്നെ പണിതിട്ടുള്ള പാലമാണ്. ആ പാലം പുനർനിർമ്മിക്കാൻ വേണ്ടി 45 ലക്ഷം രൂപ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചു. കഴിഞ്ഞ മെയ് മാസം അവസാനമാണ് ഞങ്ങൾ പ്രിയപ്പെട്ട AC മൊയ്തീൻ MLA ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ഞങ്ങളിതിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. വളരെ വേഗത്തിൽ ഇപ്പോൾ അതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ കോൺക്രീറ്റിംഗ് നടന്നു വരികയാണ്. നമുക്ക് വളരെ വേഗത്തിൽ തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കല്ലമ്പാറ തച്ചൻകുഴി റോഡിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഏകദേശം 58 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുന്നമ്പറമ്പ്, കരിമത്ര, കുണ്ടുകാട് വഴിയുള്ള നമ്മുടെ പീച്ചി വാഴാനി കോറിഡോർ, ആ പീച്ചി വാഴാനി കോറിഡോറിലേക്ക് ഈ റോഡ് ചെന്ന് മുട്ടാൻ കഴിയും, അല്ലെങ്കിൽ അത് യോജിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം MLA ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ കല്ലമ്പാറ കനാൽ പാലത്തിന്റെ കോൺക്രീറ്റിംഗ് വെള്ളിയാഴ്ച ആരംഭിച്ചു. 10-ാം കല്ല് മംഗലം കല്ലമ്പാറ തച്ചംകുഴി റോഡിൽ വാഴാനി ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായി കല്ലമ്പാറയിൽ നിർമ്മിച്ച കനാലിന് കുറുകെയുള്ള പാലം കാലപ്പഴക്കം മൂലം ബലക്ഷയം നേരിട്ടിരുന്നു. സേവ്യർ ചിറ്റലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ട് 45.51 ലക്ഷം രൂപ ചെലവഴിച്ച് 9 മീറ്റർ വീതിയിൽ കനാൽ പാലം പുനർനിർമ്മിക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ മെയ് 23-ന് AC മൊയ്തീൻ MLA നിർവഹിച്ചിരുന്നു. ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിച്ച് കോൺക്രീറ്റ് നടപടിയിലേക്ക് വെള്ളിയാഴ്ച കടന്നു. പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. പദ്ധതിയിൽ ബോക്സ് കൾവെട്ടിനോടൊപ്പം 100 മീറ്റർ നീളത്തിൽ കാന നിർമ്മാണവും 75 മീറ്റർ സൈഡ് കെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി 12 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കുറാഞ്ചേരി നായരങ്ങാടി കല്ലമ്പാറ റോഡിനോട് ചേർന്നാണ് വീതിയേറിയ കനാൽ പാലം യാഥാർത്ഥ്യമാകുന്നത്. പാലത്തിന്റെ നിർമ്മാണ പുരോഗതി സേവ്യർ ചിറ്റലപ്പള്ളി MLAയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സംഘം നേരിട്ടെത്തി വിലയിരുത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം AXC സ്മിത, അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനീത് PN, ഓവർസിയർ റിനിൽസ്, പൊതുപ്രവർത്തകൻ സന്തോഷ് ബാബു എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.